അന്തു അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില് കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ 7 അഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞിദേവി, എന്നോട് പൊറുക്കി. കുഞ്ഞുനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി പോയി. പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ടും നടത്തി. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. ഞങ്ങളല്ല തമ്പുരാൻ, ഞങ്ങളുടെ പാമ്പ് അല്ല ഒരു പാമ്പ് ഇതുവഴി ഓടി. അതിന് നോക്കിയപ്പോ 2 തമ്പുരാക്കന്മാർ ഇതിനെ ഓടി. ചാരന്മാർ, ചതിയന്മാർ. കുഞ്ഞിദേവി, നീ കയറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? കാര്യം പറയും. കണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. നേരും നിറയുമില്ലാത്തവൾ. 5ാം വയസ്സിലെ കൃഷ്ണകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവരെ ഒരു രാവ് 2 കൊടുത്തപ്പോ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരൂ. മോനെ, സമാധാനപ്പെടും. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ചെന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണ. സാരമില്ല മുത്തച്ഛ. അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകരുടെ മകനാണ്. നീ പറയൻ, സത്യം പറയൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോമൽ ചെയ്തതിന്റെ ഭാര്യ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന്. അയാൾ ആരാണെന്ന്? എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. പറയുന്നമ്മേ, പറയുന്നമ്മേ. പറയാം പോലെ. മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങൂ. കൂട്ടരെ, ഈ പെൺമണിക്കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവൻ ആരായാലും ശരി, അവൻ തിരിച്ചു പോവില്ല.
നേരും നെറിയുമില്ലാത്ത കയ്യന്മാരിതാ പടയ്ക്ക് വരുന്നു. ആ ദുഷ്ടന്മാരോട് പൊരുതാൻ ശക്തി തരൂ ദേവി, ശക്തി തരൂ. ചന്തു, എന്റെ മകളുടെ കോട്ട പിടിച്ചടക്കാനാണോ നിന്റെ ഭാവം? എങ്കിൽ എന്റെ സമത്തിൽ ചവിട്ടി മാത്രമേ നിനക്കകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ട മാത്രമല്ല, നിന്റെ മകൾ പൊന്നിയെയും പിടിച്ചുകൊണ്ടേ ചന്തു മടങ്ങൂ. എന്നെയും പറഞ്ഞുവിടും, എന്നെയും പറഞ്ഞുവിടും. നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരെ കൊല്ലാനെത്തിയ ദുർഗാദാസ്. എന്തിനീ 100 കുന്തത്തിന്റെ ശക്തിയിൽ അട്ടഹസിക്കുന്നു? ചൂണയുണ്ടെങ്കിൽ ഒരു വാൾ എന്റെ കയ്യിൽ തരൂ. നിനക്ക് വാള് തരാമടാ. ഇവിടെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കും. ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. വിടും, എന്നെ വിടും, എന്നെ വിടൂ, എന്റെ പൊന്നാങ്ങളെ, എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പോട്ടെ. കൊല്ലട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കലപ്പിന്റെ ചേട്ടനെ ഉടനെ വിളിച്ചോണ്ട് വരാം. ധൈര്യമായിരിക്കും. പൊന്നി, ജീവൻ വേണമെങ്കിൽ പുറത്തു വരി. കണ്ണപ്പനുടെ കരളായ പൊന്നി, സുഖമാണോ? ആണുങ്ങളെ പുല്ലാക്കിക്കൊണ്ട് കടത്തനാട് വാഴാമെന്ന് കരുതിയ
കാട്ടാനയോളം തടിയുള്ള വമ്പന്മാരും കുന്തക്കാരും നിരന്ന് നിന്നിട്ട് മഞ്ഞ ചിരിച്ചിരിക്കുന്നു. പൊന്നെ, വീരസ്യം പറഞ്ഞ് ചാവാൻ നോക്കണ്ട. ഇനിയും നിന്നെ രക്ഷിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെ ആര് വിചാരിച്ചാലും പൊന്നിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഈ ചന്തു വിചാരിക്കണം. ഇന്നു മുതൽ ഈ കോട്ടയുടെ അധിപൻ ഞാനാണ്. വെൺമണിക്കോട്ട പിടിച്ചടക്കിയത് ചന്തു തനിച്ചല്ല. തമ്പ്രാക്കന്മാർ കൽപ്പിക്കുന്നത് പോലെ ചൊല്ലിയാൽ കേൾക്കാൻ പാച്ചല കിട്ടില്ല. പൊന്നി, എനിക്ക് വേണ്ടപ്പെട്ടവളാണ് ചന്തു. പാച്ചൻ പറയുന്നതും ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. പൊന്നിയെ കൊണ്ടുപോയി ആ മരം വെട്ടിയുടെ അടുക്കൽ നിർത്തി. വല്ല ഗന്ധർവന്മാരും പുഷ്പവിമാനത്തിന് ഇങ്ങനെ വരികയോ ദേവേന്ദ്രൻ അഹല്യെ കണ്ടതുപോലെ ഇങ്ങനെ കാണുകയോ വല്ല സ്വപ്നമായിട്ടത് മാറുകയോ അവിടെ ഞാൻ ഈ കുഞ്ഞിദേവിയുടെ മനസ്സൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന്. തുടങ്ങിയല്ലോ പിണക്കം. കുഞ്ഞിദേവി, ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു. പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവരുടെ മകൻ തന്റെ മുറപ്പെണ്ണായ കുഞ്ഞിദേവിക്ക് പുടവ തരും. ഇത് സത്യം. മോനെ കള്ളപ്പനുണ്ണി, എന്തിനാടാ ഈ വയസ്സുകാലത്ത് എന്നിട്ട് ആദ്യം പിടിപ്പിക്കുന്നത്? മോളെ, മുത്തച്ഛനോട് ക്ഷമിച്ചേക്ക്. മുത്തശ്ശ, ഇത് കുട്ടികളുടെ ഒരു തിരുവാതിരക്കളിയല്ലേ? നീയും ഞാനും ഒന്നാണെന്നുള്ള കാര്യം നീ മറന്നു. പാഠ്യം